നി- നിക്ഷിപ്തമായിരിക്കുന്ന വിഷയം വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. സത്യത്തിൽ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനൊരു ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ, ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും, അതൊരു പാരഗ്രാഫ് ആയിരുന്നാലും അതൊരു വാക്കായിരുന്നാലും, അതിന്റെ പിന്നിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപാട് വേരുകൾ ഉണ്ടാവും. ഒരു വൃക്ഷത്തിന്റെ ഒരു പൂവോ ഒരു ഇലയോ മാത്രം വെച്ചുകൊണ്ട് ആ വൃക്ഷം ഏതാണെന്ന് ഒറ്റയടിക്ക് നമുക്ക് അഭിപ്രായപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ വൃക്ഷത്തെക്കുറിച്ച് കംപ്ലീറ്റ് പഠിക്കണം. അതിന്റെ വേരുകളും ഭൂമിക്കടിയിലേക്ക് പോകുന്ന ഭാഗങ്ങളും ഒക്കെ മനസ്സിലാക്കി, അതിന്റെ വളവും വെള്ളവും അതിന് ദോഷം വരുന്നതും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ആ വൃക്ഷത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ ഉണ്ടാവും. ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും അവിടെ ഒന്നും ചോദ്യങ്ങളായി ഒരിക്കലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാത്തിനും കൃത്യമായ ഉത്തരം ഉണ്ട്. അത് കൃത്യമായ ഉത്തരം എന്ന് ഞാൻ ശരിക്കും പറഞ്ഞത് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും ഉത്തരം എനിക്ക് തോന്നുന്നതല്ല ആൽക്കോഹോളിക്സ് അനോണിമസ് ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്നും കൂടി ഒന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ കൃത്യമാവും. കാരണം എഐയുടെ തത്വങ്ങളിലൂടെ, അല്ലെങ്കിൽ എഐയുടെ തത്വങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിലൂടെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പലപ്പോഴും നമുക്ക് വ്യക്തമായൊരു ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഞാൻ എന്താ ഇത് മുഖവരയായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വാക്കുകൾ നമുക്ക് എങ്ങനെയാണോ നമ്മളെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്, ആ വാക്കിന്റെ അർത്ഥത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ ഷെയറിങ്ങിലായാലും അല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷണങ്ങളിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് ഗുണത്തെക്കാളും ദോഷം ചെയ്യാറുണ്ട്. മുൻകാലത്ത് ഞാനൊക്കെ ആൽക്കോഹോളിക്സ് അനോണിമസിൽ എത്തുന്ന കാലത്ത് 1-2 വർഷം കഴിഞ്ഞപ്പം മീറ്റിങ്ങുകളിൽ പരക്കെ കേൾക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എക്കാരെപ്പോഴും ദരിദ്രരായിരിക്കണം, എക്കാർക്ക് പൈസ വന്നു കഴിഞ്ഞാൽ റിലാപ്സ് ആവും. അപ്പൊ ഞാനും ആശ്വസിച്ചു, എനിക്ക് വലുതായിട്ട് പൈസയൊന്നും വരുന്നില്ല, അപ്പൊ എന്തായാലും റിലാപ്സ് ആവില്ല. ഈ പഴമക്കാരായിട്ടുള്ള 1-2 ആളുകളുടെ ഷെയറിങ്ങിൽ കേട്ടിട്ടുള്ള, വളരെ തറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ ഞാൻ എന്താന്ന് വിശ്വസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവർ പറയുമ്പോൾ പിന്നെ അതാണല്ലോ, എയിൽ അങ്ങനെ ഒരു വാക്ക് എവിടെയോ കാണിച്ച് അവർ പറഞ്ഞതനുസരിച്ച് എവിടെയോ കണ്ടൊരു ഓർമ്മയും ഒക്കെ വിശ്വസിച്ചു. പിന്നീട് അതിനെക്കുറിച്ച് ആഴത്തില് നേരത്തെ പറഞ്ഞ പോലെ വൃക്ഷം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു പ്രക്രിയയിലാണ് മനസ്സിലായത്, ദരിദ്രമായിരിക്കണം എന്നുള്ള ഒരു വാക്കിനെയാണ് ഏക്കാര് ദരിദ്രമായിരിക്കണം അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവരായിരിക്കണമെന്ന് തെറ്റായ ഒരു വ്യാഖ്യാനത്തിലൂടെ നൽകിക്കൊണ്ടിരുന്ന ഒരു വസ്തുത. ചിന്തിച്ചു നോക്കുക, വളരെ അജഗജ വ്യത്യാസമുള്ള അർത്ഥങ്ങളുള്ള ഒരു വാക്കിനെ എടുത്തുകൊണ്ട് അവനവൻ്റെതായിട്ടുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ അവനവൻ്റെതായിട്ടുള്ളൊരു വിശദീകരണം കൊടുത്തപ്പം അർത്ഥം എത്ര മാറി നോക്കുക. ആൽക്കോഹോളിക്സ് അനോണിമസ് എന്നുള്ള ഈ കൂട്ടായ്മയ്ക്ക് സ്വന്തമായി വസ്തുവകകളോ ധനസമ്പാദ്യമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കരുത്. ഇറ്റ്സ് റിമൈൻ പൂവർ എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എപ്പോഴും ഇത്തരത്തിൽ ദരിദ്രമായിരിക്കണം. സമ്പത്തോ മറ്റു സ്വത്തുവകകളോ മറ്റു കാര്യങ്ങളോ കുന്നുകൂട്ടുന്ന അല്ലെങ്കിൽ ഇതിനെ ഒത്തുചേർക്കുന്ന ഒരു ലോകത്തിലെ ഒരു ശക്തിയായോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിയായോ മാറരുത് എന്നുള്ളതിന് നമ്മളെ പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനെ ഏക്കാര് എപ്പോഴും ദാരിദ്ര്യത്തിലായിരിക്കണം, അവരൊരിക്കലും പൈസ ഉള്ളവരായിരുന്നു ഉണ്ടായാൽ റിലാപ്സ് ആവും എന്നുള്ള ഈ കാഴ്ചപ്പാടിൽ ഒരാൾ പറഞ്ഞതാണ്. ആ കാഴ്ചപ്പാടിൽ അന്ധമായി വിശ്വസിച്ച് കുറച്ചു കാലം നീങ്ങിയവരൊക്കെ ഉണ്ട്. ആൽക്കോഹോളിക്സ് അനോണിമസിന് രാഷ്ട്രീയമില്ല, ആൽക്കോഹോളിക്സ് അനോണിമസിന് മറ്റ് വ്യത്യാസങ്ങളില്ല, ആൽക്കോഹോളിക്സ് അനോണിമസ് യാതൊരു സംഘടനയുമായും സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. ഇതിനെയൊക്കെ രാഷ്ട്രീയത്തിൽ ഒരാളൊരു അംഗം പ്രവേശിച്ചപ്പോൾ, അതിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയപ്പോൾ, അതിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് അയാൾ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ നമ്മളെ ആൾക്കാർ അന്ന് പഴയ കാലത്ത് ഇടപെട്ടു. ഇത് റിലാപ്സ് ആവും. ആൽക്കോഹോളിക്സ് അനോണിമസ് അംഗങ്ങൾക്ക് രാഷ്ട്രീയം പാടില്ല. ആൽക്കോഹോളിക്സ് അനോണിമസ് അംഗങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല. സത്യത്തിൽ ഒരു കാര്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആദ്യത്തെ കാലങ്ങളിൽ പറഞ്ഞതാണ്. കുറച്ച് ബുക്കുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, മലയാളത്തിൽ കുറച്ചേ ഉള്ളൂ. ഇംഗ്ലീഷിൽ തന്നെ പൂർണ്ണമായ ലിറ്ററേച്ചർ ഒന്നും ഇവിടെ അവൈലബിൾ ഇല്ല, ഓൺലൈൻ സാധ്യതകളില്ല. ഈവൻ മൊബൈൽ ഫോൺ തന്നെ അന്ന് ഒരു ഏക്കാരന്റെ കയ്യിലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാലഘട്ടത്തിലാണ്.
അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിൽ ബേസിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ തെറ്റായ കാര്യങ്ങളാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന് രാഷ്ട്രീയമില്ല, ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൂടാന്ന് എവിടെ പറയണം. അപ്പൊ ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞ പല വസ്തുതകളെയും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടിൽ ആരോ പറഞ്ഞതുപോലെ ഒരു തെറ്റ് 10 20 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നുന്നത് ശരിയാണ്. പിന്നെ അത് മാറ്റാനും വലിയ പാടാണ്. പിന്നെ ശരിയായിട്ടുള്ള കാര്യം ആരും ഒന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടാതെ പോകും. കാരണം നമ്മൾ പറഞ്ഞ് നമ്മളെ തന്നെ പഠിപ്പിച്ചത് ഉറപ്പിച്ചു പോയ ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാക്കുകളിലൂടെയുള്ള അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്തിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, എയുടെ ഏത് രീതിയിലാണ്, എവിടെയാണ്, എങ്ങനെയാണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുകയും അത് ചകഞ്ഞ് പരിശോധിക്കുകയും ഒന്ന് അതിനെയൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രം പലപ്പോഴും അഭിപ്രായപ്പെടുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം അങ്ങനെ ചില ശരിക്കും പറഞ്ഞ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ വിശദീകരണങ്ങളിലേക്ക് കടക്കാത്ത ചില പറച്ചിലുകളോ ഒക്കെ ഇന്നും പല സ്ഥലത്തും അവശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്, പ്ലേസ് പ്രിൻസിപ്പിൾസ് ബിഫോർ ദ പേഴ്സണാലിറ്റീസ് എന്നുള്ള ആ വാക്ക്, അല്ലെങ്കിൽ വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണം എന്നുള്ളൊരു വാക്ക്. അതിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം, ഇത് എവിടെയാണ് ഈ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്, എവിടെയാണ് ഈ വാക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് 12ാമത്തെ പാരമ്പര്യമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ വാക്ക് നമുക്ക് കാണുന്ന പാരമ്പര്യങ്ങളിലാണ്. ആരോ പറഞ്ഞ പോലെ 6 മാസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് 12 പടികൾ വന്നെങ്കിലും 11 വർഷം എടുത്തു 12 പാരമ്പര്യങ്ങൾ വരാൻ. ഓരോ പാരമ്പര്യങ്ങളും അതിസൂക്ഷ്മമായി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാരംഭകാലത്തെ അനുഭവങ്ങൾ കാച്ചി കുറുക്കി എടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു വാക്കുപോലും ഇന്നും മാറ്റം വരുത്തേണ്ട ആവശ്യം വരാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ എവിടെയാണ് ഈ ബന്ധം കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അനാമധേയത്വം നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളുടെയും ആത്മീയ അടിത്തറയാണ്. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണമെന്ന് ഇത് എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണമെന്ന് ഏത് ഓർമ്മിപ്പിക്കുന്നു? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അനാമധേയത്വം എന്നുള്ള അടിസ്ഥാന തത്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്നതിനേക്കാൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടൊരു അനുഭവമുണ്ട്. 2013 ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് കോൺഫറൻസ് കോഴിക്കോട് വന്നു. 2003 അതിന്റെയൊക്കെ സംഘാടക കമ്മിറ്റിയിൽ ഒരു അംഗമായിട്ട് മാറാൻ ആരുമില്ല, 5 പേരേ ഉള്ളൂ. അതിലെ ഒരു അംഗമാകാനൊക്കെ എനിക്കന്ന് സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് പബ്ലിക് ഇൻഫർമേഷൻ ചെയർമാൻ നമ്മളെ ഭൂഷണാണ്, മുംബൈയിലെ. അയാള് ആദ്യമായിട്ട് ഞങ്ങൾ വിപുലമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പത്രസമ്മേളനം പ്രസ് ക്ലബ്ബിൽ പോയിട്ട് 2000 1500 അടിച്ചിട്ടുള്ള പരിപാടിയല്ല. മലബാർ പാലസ് എന്നുള്ള ഹോട്ടലിൽ പ്രസ്സിലെ അംഗങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തി അവർക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് അവിടെ പുതിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നിരവധി പത്രലേഖകർ വന്ന് കൂടി അവരുടെ ക്യാമറയും മൈക്കും എല്ലാം ഭയങ്കര സെറ്റപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങളും ഭൂഷന്റെ നേതൃത്വത്തിൽ അവരോട് അഭ്യർത്ഥിച്ചു, ഓഫ് ദ ക്യാമറ ഓഫ് ആയിരിക്കണം, ഞങ്ങളുടെ പേരും വിവരങ്ങളും നിങ്ങൾ കൊണ്ടുപോകരുത്, ഞങ്ങൾക്ക് അനോണിമിറ്റി ഉണ്ട് എന്നൊക്കെ അവരോട് പറയുകയാണ്. അവരാണെങ്കിൽ പത്രക്കാർ ഇതൊക്കെ കെട്ടിച്ചുമന്ന് വന്നു. ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആ വേളയാണ്. അവര് ആദ്യം തന്നെ ചോദിച്ചത് ഒരാളല്ല, 2 3 പേര് ഒരേപോലെ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളെന്താ കൊള്ളക്കാരാണോ, നിങ്ങളെന്താ തീവ്രവാദികളാണോ, നിങ്ങൾക്ക് എന്താ പേര് പറയാൻ എത്ര ബുദ്ധിമുട്ട്, നിങ്ങളെ ഫോട്ടോ എടുക്കാൻ പാടില്ല, നിങ്ങൾ എന്തിനാണ് പിന്നെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നത്, നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യ ശരങ്ങളാണ്. ഒരു പക്ഷേ ഒരു 4 5 വർഷത്തിലൊക്കെ ഉള്ള ഒരു, എനിക്കന്ന് ഏകദേശം ഒരു 3 വർഷം ഉണ്ടാവും തോന്നുന്നു സുബോധാവസ്ഥ, എന്നെ പോലെ ഉള്ളവരൊക്കെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ് ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ. കാരണം വിവേകബുദ്ധി അത്രയേ ഉള്ളൂ. ഭൂഷൺ പബ്ലിക് ഇൻഫർമേഷൻ ചെയർമാൻ അങ്ങനെയല്ല. അയാൾക്ക് ആവശ്യത്തിന് സുബോധാവസ്ഥയും അയാൾക്ക് ആവശ്യത്തിനുള്ള പിന്നെ പടികളിലൂടെ കടന്നുപോയിട്ടുള്ള അനുഭവവും, അയാളൊരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് സേവകനാണ്. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ രസകരമായ ഒരു പുഞ്ചിരി മുഖത്ത് വെച്ചുകൊണ്ട് അയാള് പത്രക്കാരോട് പറഞ്ഞ വാക്ക് എനിക്ക് ഇന്നും എന്റെ ചെവിയിലുണ്ട്. അയാൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ,
കുറച്ച് എക്സ് ഡ്രങ്കുകളായിട്ടുള്ള പഴയ കുടിയന്മാരായിട്ടുള്ള ഞങ്ങളുടെ പേരും ഞങ്ങളുടെ ഫോട്ടോയും കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഞങ്ങൾ ആരായിരുന്നാലും ഞങ്ങളുടെ ബേസിക് ഐഡന്റിറ്റീസ് വി ആർ ആൽക്കഹോളിക്സ്. ഞങ്ങൾ മദ്യാസക്തരെന്നുള്ളതാണ് ഞങ്ങളുടെ തിരിച്ചറിയൽ കാർഡ്. നിങ്ങൾ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്താലും. എൻ്റെ പേര് കുഷനായിരിക്കും, ഇയാളുടെ പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വർഗം എന്ന നിലയിൽ ചാപ്പ കുത്തി തന്നൊരു പേരുണ്ട്, ആൽക്കഹോളിക്സ്. ഇതല്ലാതെ ഞങ്ങളെ പേര് വിവരങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? എന്ത് പ്രയോജനമാണ് ചെയ്യാനുള്ളത്? ഒന്നുമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ കഥകൾ കൊണ്ടുപോകാം. ഞങ്ങളുടെ പേരും ഞങ്ങളുടെ വിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ഉപേക്ഷിക്കൂ. നിങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ എന്താണെന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങളുടെ പേര് വിവരങ്ങൾ വിളിച്ചു പറയാനല്ല സഹായിക്കേണ്ടത്. ഞങ്ങൾ വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കൂട്ടായ്മയാണ് എന്ന് അയാൾ വ്യക്തമായിട്ട് പറഞ്ഞു. സത്യത്തില് ആ ചോദ്യശരങ്ങൾ നിങ്ങൾ പിന്നെ തീവ്രവാദികളാണോ കൊള്ളക്കാരാണോ എന്നൊക്കെ ചോദിച്ച ആ പത്രലേഖകർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവര് മൊത്തത്തിൽ അഭിപ്രായപ്പെട്ടു. അവരൊരു പ്രതിനിധി കടന്നു വന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ചു. ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങൾ തുടക്കത്തിൽ ഒരു തെറ്റായ ചോദ്യം നിങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ ക്യാമറയൊക്കെ ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ചാടി വീഴുന്ന ആൾക്കാരാണ് കാണുന്നത്. ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ആ പാർട്ടിയുടെയോ മറ്റേ പരിപാടിയുടെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ ചാടി ഈച്ച ആർക്കണ പോലെ ഒന്ന് കൂടും. ക്യാമറയിൽ എവിടെയെങ്കിലും മുഖം വന്നില്ലെങ്കിൽ കയ്യോ വിരലെങ്കിലും വന്നാൽ മതി. അതുപോലെ പത്രത്തിൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ പേര് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റെക്കമെൻഡേഷനും മടിയും പിടിയൊക്കെയാണ്. സംഘടനയുടെ കാര്യങ്ങൾ ഒന്നും വന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഞങ്ങളുടെയൊക്കെ പേരും ഫോട്ടോയും വരണം എന്ന് മുറവിളി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പ്രസ്ഥാനത്തിന്റെ തത്വങ്ങളാണ് അച്ചടിച്ചു വരേണ്ടത്. ഒരു പ്രസ്ഥാനത്തിന്റെ തത്വങ്ങളാണ് ടെലികാസ്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ന്യൂസുകളാണ് ഓൺലൈനാലും അല്ലെങ്കിലും പറക്കേണ്ടത്. ആ പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ പേരോ ഒരു വ്യക്തിയുടെ വിവരങ്ങളോ ആ വ്യക്തിയെ ശരിക്കു പറഞ്ഞ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന മറ്റു കാര്യങ്ങളോ അല്ല, അല്ലെങ്കിൽ ആവരുത് എന്ന് ഉള്ള ഉറച്ച വിശ്വാസത്തില് നിസ്വാർത്ഥമായിട്ടുള്ളൊരു സേവനം നടത്തുന്ന നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാനെന്നും പറയുന്നു, ലോകത്ത് ബഹുമാനം പിടിച്ചു പറ്റുന്ന ഏറ്റവും വലിയ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആയുധം അനാമധേയത്വമാണ്. ആ അനാമധേയത്വമാണ് പറയുന്നത് എപ്പോഴും വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണം. കൃത്യമാണത്. അപ്പൊ വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണം എന്നുള്ള ഈ അനാമധേയത്വത്തിലേക്ക് എത്തുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ ഏത് സ്ഥലത്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ പൈതൃകമായിട്ടുള്ള സെക്കൻഡ് ലെഗസി ആയിട്ടുള്ള ട്രഡീഷൻസ്, പാരമ്പര്യങ്ങൾ രണ്ടാമത്തെ പൈതൃകമാണ്, സെക്കൻഡ് ലെഗസിയാണ്. രണ്ടാമത്തെ ലെഗസി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ ലെഗസി റിക്കവറിയാണ്, മോചനം. രണ്ടാമത്തെ ലെഗസി ട്രഡീഷൻസ്, യൂണിറ്റി ട്രഡീഷൻസ് ആണ്. മൂന്നാമത്തെ ലെഗസി സർവീസ് ആണ്, 12 സങ്കല്പങ്ങളാണ്. അപ്പൊ രണ്ടാമത്തെ പൈതൃകമായിട്ടുള്ള ഐക്യത്തില്, ഐക്യം എന്ന് വെച്ചാൽ സേവനത്തിന്റെ ഒരു 15% അല്ലെങ്കിൽ 25% ആദ്യ ചവിട്ടുപടി എന്ന് വേണമെങ്കിൽ പറയാം. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിലനിൽപ്പിനായും ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു മദ്യാസക്തനെ മറ്റൊരു മദ്യാസക്തനെ സഹായിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമായും നമ്മൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയ ചില നിയമങ്ങളാണത്. അത് ലംഘിക്കാനും മറ്റു കാര്യങ്ങളും ആരും എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയ പാരമ്പര്യങ്ങളാണത്. ഒന്നുകിൽ നമ്മൾ ഇതനുസരിച്ച് ഒരുമിച്ച് ഇവിടെ കൂടി നിൽക്കേണ്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് ഇതനുസരിക്കാതെ ഒറ്റയ്ക്ക് പോയി മരിക്കേണ്ടിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി തയ്യാറാക്കിയതാണ്. അതിൽ ഒരു നിയമവും ഇവിടെ അടിച്ചേൽപ്പിക്കുന്നില്ല. നമ്മൾ ആകേണ്ടിയിരിക്കുന്നു, നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിലോ നമ്മൾ ഉണ്ടാവില്ല. അത്രയാണ്. വളരെ സിമ്പിൾ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയ സ്വഭാവം ഇല്ലാത്ത അരാഷ്ട്രീയവാദികളായിട്ടുള്ള നേരെ ചൊവ്വ സുബോധം പോലും ഇല്ലാത്ത സമൂഹത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ച മനുഷ്യന്മാരായിട്ടുള്ള നമ്മൾ എങ്ങനെ ഇത്തരം ഒരു കൂട്ടായ്മയിൽ ഇത്തരം എളിമയുടെ ആത്മീയ അംശം പറ്റുന്ന ഒരു അനാമധേയത്വമൊക്കെ പേറി നിലകൊള്ളും എന്നുള്ള കാര്യത്തിൽ തുടക്കം മുതലേ ഇതിന്റെ ആശങ്കകൾ ഉണ്ടായിരുന്നു. പലരും ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, സഹസ്ഥാപകനായ വില്ലടക്കം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിലേക്കുള്ള മദ്യാസക്തരുടെ രക്ഷപ്പെടലിന്റെ വരവ് കൂട്ടാൻ വേണ്ടി.
അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഈ സന്ദേശം എത്രയും പെട്ടെന്ന് ദുഃഖം അനുഭവിക്കുന്ന, മരണത്തിലേക്ക് നടന്നെടുക്കുന്ന മദ്യാസക്തർക്ക് ലഭിക്കണം എന്നൊക്കെയുള്ള നല്ല നല്ല ആശയങ്ങളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചത്. ധനമണി വിറ്റ് ബ്രേക്കുകൾ പ്രവർത്തിച്ചു, ആശുപത്രികളും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കി. അതിനെക്കുറിച്ച് നീട്ടി പറയണില്ല. ഇതെല്ലാം അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പൊഴിഞ്ഞുപോക്കാണ് സംഭവിച്ചത്. ആകർഷണത്തിന് പകരം വികർഷണമാണ് അവിടെ ഉണ്ടായത്. ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് എത്തിപ്പെടാനുള്ള ആളുകളുടെ ത്വര കുറയുകയാണ് ചെയ്തത്, ബുദ്ധിമുട്ടുണ്ടാകുകയാണ് ചെയ്തത്. ഓരോ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളിൽ ഏറ്റവും 12ാമത്തെ പാരമ്പര്യത്തില് അനാമധേയത്വത്തിൽ പറയുന്ന ഒരു വാക്കാണ് വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുക. ഈ വാക്ക് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വേറൊരു വേർഷനായിട്ട് പറയും. എന്താന്ന് വെച്ചാൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു വ്യക്തിക്ക് ഒരു സ്ഥാനമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ വ്യക്തിയേ ഇല്ല, തത്വങ്ങളാണ്. എന്ത് വിരോധാഭാസമാണ്, എന്ത് വിരോധാഭാസമാണെന്നാണ് ചിന്തിക്കേണ്ടത്. വ്യക്തികൾ അനുഷ്ഠിക്കേണ്ട കുറെ തത്വങ്ങൾ മുൻസ്ഥാനത്ത് വെച്ചുകൊണ്ട് വ്യക്തികളെ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ആൽക്കഹോളിക്സ് അനോണിമസിനകത്തുള്ളത്. അവിടെ വ്യക്തികളില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവിടെ വ്യക്തികളുണ്ട്. വ്യക്തികളുടെ മോചനം നടക്കുന്നുണ്ട്. വ്യക്തികളുടെ കൃത്യമായിട്ടുള്ള സുബോധത്തിന്റെ ശരിക്കും പറഞ്ഞ കയറ്റി ഇറക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ. ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സുബോധാവസ്ഥകൾ, തിളങ്ങുന്ന സുബോധാവസ്ഥകളൊക്കെ നമ്മൾ കാണുന്നു, പരിചയപ്പെടുന്നു. ആകർഷണീയമായിട്ട് അതിനെ പിന്തുടരാനുള്ള ഒരു ത്വരയുണ്ടാവുന്നു, പലതും ഉണ്ടാവുന്നു. അപ്പൊ തീർത്തും അതുകൊണ്ട് വ്യക്തി ഇല്ലാത്തൊരു പരിപാടിയാണെന്ന് ഇതിനെ മാറ്റിക്കളയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. രണ്ടാമതായി, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യത്തിൽ ബന്ധപ്പെടുത്തിയതിനു ശേഷം ഞാൻ നേരെ പോകുന്നത് ലീഡർഷിപ്പിന്റെ എവർ എ വൈറ്റൽ നീഡ് എന്നുള്ള ബിൽഡബ്ല്യുവിന്റെ ലേഖനത്തിലാണ്. എല്ലാ സർവീസിന്റെ മെറ്റീരിയൽസിലും സാധാരണ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒന്ന് ഇംഗ്ലീഷിലുള്ളത് വായിക്കാം, അത് കഴിഞ്ഞിട്ട് മലയാളം പറയാം. അതിൽ എഴുതിയിട്ടുണ്ട്, no society can function well without able leadership in all its levels, and A can be no exception. It must be said, though, that we are A's sometimes cherish the thought that we can do without any leadership at all. We are apt to wrap the traditional idea of principles before personalities around to such a point that there would be no personality in leadership whatever. The word imply rather faceless, autonomous, trying to please everybody regardless. അത് മൊത്തം വായിക്കുന്നില്ല. ഇതിന്റെ മലയാളം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എയിൽ നേതൃത്വം ഒരു സുപ്രധാന ആവശ്യം എന്നുള്ള ബിൽഡബ്ല്യുവിന്റെ ലേഖനത്തെ കുറിച്ചാണ് പറയുന്നത്. 1959 ഏപ്രില് ഗ്രേപ്പ്വൈനിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ചൊരു ലേഖനാണത്. അത് എക്കാലത്തും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലീഡർഷിപ്പിന്റെ ബേസായി നിൽക്കുന്നതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, നല്ലൊരു നേതൃത്വമില്ലാതെ ഒരു സമൂഹത്തിനും എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു സമൂഹത്തിലെ ഏത് സംഘടനയായാലും, ഏത് പ്രസ്ഥാനമായാലും, ഏത് മുന്നേറ്റമായാലും, ഏത് മുദ്രാവാക്യത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്ന ആളുകളുടെ ഒരു പറ്റം ആളുകളുടെ കൂട്ടമായാലും, സമർത്ഥമായ അല്ലെങ്കിൽ നല്ലൊരു നേതൃത്വം ഇല്ലാതെ അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതൊരു ലോകത്തില് ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സത്യമാണ്. ഇതിനൊരു അപവാദമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് തെറ്റ്. ഇതിനൊരു അപവാദം അല്ല, യും ഇതിൽ ഉൾപ്പെടുന്നു. മനുഷ്യ രാശിയിലുള്ള, മനുഷ്യകുലത്തിലുള്ള മനുഷ്യർമാർ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അതിനെ മുന്നോട്ട് നയിക്കാനും ഒക്കെ ശക്തമായ നേതൃത്വം സമൂഹത്തിന്റെ പല തട്ടുകളിൽ പല കാര്യങ്ങളിൽ ഉള്ളതുപോലെ യിലും ആവശ്യമാണ് എന്നുള്ളതാണ്. നേതൃത്വമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ചിന്ത നമ്മൾ ക്കാർ താലോലിച്ചു കൊണ്ട് നടക്കുന്നു. പലപ്പോഴും നമ്മൾ ഇതിന് നേതൃത്വമൊന്നും വേണ്ട, നമ്മൾ നേതൃത്വം ഇല്ലാതെ അങ്ങോട്ട് സഞ്ചരിക്കും, പരിപാടികൾ നടക്കും, പ്രവർത്തനങ്ങൾ നടക്കും എന്നുള്ള ചിന്ത താലോലിച്ചു കൊണ്ട് നടക്കുന്ന ധാരാളം ഏക്കാരുണ്ട്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം എന്നത് നമ്മുടെ ടോപ്പിക്. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം എന്നുള്ള നമ്മുടെ പാരമ്പര്യത്തെ തെറ്റിദ്ധരിച്ച് ഒരു വ്യക്തിയും നേതൃത്വത്തിൽ വേണ്ട എന്ന അബദ്ധധാരണയിലെത്തിപ്പോയേക്കാം. അപ്പോൾ നേതൃത്വം സകലരെയും പ്രീതിപ്പെടുത്തുന്ന, ചിന്തിക്കാത്ത ഒരു യന്ത്രപ്പാവയായി തീരും. ഞാൻ നേരത്തെ ഇംഗ്ലീഷ് വായിച്ചതിന്റെ മലയാളമാണ്.
ഒരു വ്യക്തിയും വേണ്ട എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണമെന്നാലും മലയാളത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്ന വ്യക്തി വേണ്ടാന്ന്? വ്യക്തിയുണ്ട്, പക്ഷെ ആ വ്യക്തിയേക്കാൾ തത്വങ്ങൾക്ക് നിങ്ങൾ മുൻസ്ഥാനം കൊടുക്കണമെന്ന് എഴുതിയിരിക്കണം. അതിന്റെ തൊട്ട് ബാക്കിൽ സ്ഥാനത്ത് വ്യക്തി ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അത് എങ്ങനെയാണ് വ്യക്തി ഇല്ല? പിന്നെ അങ്ങനെ എഴുതിയാൽ പോരെ. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഫ്രഞ്ചിലായാലും ഇനി അറബിയിലായാലും ഏതിലായാലും അങ്ങനെ എഴുതി വെച്ചാൽ പോരായിരുന്നോ? ആൽക്കോളിക്സ് അനോണിമസിൽ വ്യക്തികളേ ഇല്ല, തത്വങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ എന്താ വിൽഡബ്ലിൻ അറിയാത്തതുകൊണ്ടാണോ വ്യക്തികളെക്കാൾ എന്ന് എഴുതുന്നത്? വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണമെന്ന് വെച്ചാൽ വ്യക്തികളെ അല്ല മുൻസ്ഥാനത്തേക്ക് വെക്കേണ്ട, തത്വങ്ങളെയാണ്. എന്ന് വെച്ചാൽ വ്യക്തികളെ ഒരു സ്ഥാനം ഇല്ലാതെ കളയണം, അല്ലെങ്കിൽ വ്യക്തികളില്ല എന്നതിനെ അർത്ഥമാക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തികളുണ്ട്. ആ വ്യക്തികളിൽ എല്ലാ പേരും നേതൃത്വത്തിലെത്തുന്നില്ല, എല്ലാ പേരും സേവനത്തിലെത്തുന്നില്ല. എത്ര പേര് 12-ാം പടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു? എത്ര പേര് ആൽക്കോളിക്സ് അനോണിമസിന്റെ 12 പടികൾ സ്വന്തം ജീവിതത്തിലേക്ക് മനസ്സിലാക്കി പകർത്തി ജീവിക്കുന്നു? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ ശതമാനം എന്നുള്ള ഉത്തരം മാത്രമേ വരുന്നുള്ളൂ. ഒരു ചെറിയ ശതമാനം. എന്തിനധികം പോകണം? നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മളെ കേരളത്തിന്റെ, നമ്മളെ മലയാളം സംസാരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. അവനവന്റെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, അവനവന് ലഭിക്കേണ്ട സമ്പത്തിന്റെ ഒരു ചെറിയ ഭാഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, പോക്കറ്റിലുള്ള പൈസയിൽ അല്പം ചെലവഴിച്ചുകൊണ്ട് മറ്റൊരു മദ്യാസക്തന് സന്ദേശം നൽകാൻ പോകുക, മറ്റൊരു മദ്യാസക്തനെ സുബോധത്തിലേക്ക് നയിച്ച് എയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ അവനെ സഹായിക്കാൻ പോകുന്ന എത്ര മനുഷ്യരുണ്ട്? മനുഷ്യർ മീൻസ് ആൽക്കോളിക്സ് അനോണിമസിന്റെ അംഗങ്ങളുണ്ട്. ഒന്ന് കണക്കെടുത്ത് നോക്കുക. വളരെ കുറച്ചേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി എന്ന് തന്നെ പറയാം. 450ഓളം ഗ്രൂപ്പുകളുള്ള കേരളത്തിലുള്ള ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പിൽ 10 ആൾ വെച്ച് നോക്കിയാൽ 4500 പേര് വരും. സുബോധാവസ്ഥയിൽ പല വർഷങ്ങളിലായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇതിൽ എത്ര പേര് 12-ാം പടി പ്രവർത്തനത്തിൽ ഏർപ്പെടും? നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാമല്ലോ. ഒന്ന് പരിശോധിച്ച് നോക്കുക. എത്ര ശതമാനം ഉണ്ടാവും? ശതമാനം പുറത്തു പറയാൻ കഴിയില്ല, അത്രത്തോളം കുറവായിരിക്കും. പിന്നെ 12 പടി അനുസരിച്ച് ജീവിക്കുകയോ മറ്റു കാര്യങ്ങളിലേക്ക് ഒരു കണക്കെടുപ്പിന് പോകണ്ട, അതവിടെ നിൽക്കട്ടെ. ആൽക്കോളിക്സ് അനോണിമസിന്റെ സേവനത്തിന് വേണ്ടി സമയം നീക്കി വെച്ച് എത്ര പേരുണ്ട്? ഒരു ശമ്പളവും കിട്ടില്ല. കൂട്ടത്തിൽ കുറച്ച് ചീത്ത കിട്ടും, കുറച്ച് വിമർശനം കിട്ടും. ഒരിക്കലും ഒരു റെഡ് കാർപ്പറ്റ് സിസ്റ്റം അല്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ചുവന്ന പരവതാനി ഇത് വിരിച്ച് നമ്മൾ ആനയിക്കുന്നില്ല, നമ്മളെ പൂക്കൾ കൊണ്ട് വർഷിക്കുന്നില്ല, ഒന്നുമില്ല. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ നേരിടും, ഒക്കെ വന്നുകൊണ്ടിരിക്കും. അടുത്ത നമ്മുടെ കൊച്ചിൻ കൺവെൻഷന്റെ തീമാണത്. ആസിഡ് ടെസ്റ്റ് ആണത്. എത്രത്തോളം കരുത്താർജിച്ചിരിക്കുന്നു ഈ ലോകത്ത് മദ്യമില്ലാതെ ജീവിക്കാനും പിടിച്ചു നിൽക്കാനും എന്നുള്ള ഒരു മദ്യാസക്തന്റെ നേരെയുള്ള ഒരു ആസിഡ് ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റായിട്ട് മാത്രം കരുതിയാൽ മതി ഇത്തരം പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, സേവനത്തിൽ തന്നെ വളരെ വിരളം ആളുകൾ മാത്രമേ എത്തിപ്പെടാറുള്ളൂ. അല്ലെങ്കിൽ സേവനത്തിന്റെ വിവിധ മേഖലകളിൽ അത് പഠിച്ച് മനസ്സിലാക്കി അത്രയും സമയവും മറ്റു കാര്യങ്ങളും ചെലവഴിച്ച് അതിനു വേണ്ടി മറ്റൊരു മദ്യാസക്തന് എന്തെങ്കിലും ഗുണം കിട്ടണം എന്നുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ തന്നെ വളരെ കുറവാണ്. ഈവൻ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനുള്ള, ഒരു കൃത്യസമയത്ത് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്ര പേരുണ്ട്? ആ മീറ്റിംഗിൽ എത്തിപ്പെടുന്നവർ എത്ര പേരുണ്ട്? ഞാൻ നീട്ടിക്കൊണ്ടുപോവുകയല്ല. ഇത്തരം കണക്കെടുപ്പുകൾ നമ്മൾ നടത്തി കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ എത്തിപ്പെടാറുള്ളൂ. സെലക്റ്റഡ് ഫ്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം തെരഞ്ഞെടുത്തവരെന്ന് തന്നെ ഞാൻ പറയുന്നു. ദൈവം തെരഞ്ഞെടുത്ത ചിലർ തന്നെയാണ് അതിലേക്ക് എത്തുന്നത്. നമ്മളൊക്കെ സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ 12 പടിയും 12 പാരമ്പര്യങ്ങളും പ്രിന്റ് ചെയ്യാൻ മറ്റൊരു സ്ഥലത്ത് വേറൊരാൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. മറ്റു ചിലർ ആൽക്കോളിക്സ് അനോണിമസിന്റെ പുതുമക്കാരെ പൊഴിഞ്ഞു പോകാതിരിക്കാൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ പിന്നാലെ ആയിരിക്കും. അവന് വേണമെങ്കിൽ ഭാര്യയും കുട്ടികളെ ആയിട്ട് കളിച്ചു കിടക്കാം, സിനിമ കാണാം, മറ്റനേകം പ്രവർത്തനങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും ലേഷറായിട്ട് ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. എന്തിനാ അത് ചെയ്യണത്? എന്ത് ഗുണമാണ് കിട്ടുന്നത്? ആരെങ്കിലും പൈസ കൊടുക്കുമോ? വേറെ എന്തെങ്കിലും സമ്പാദ്യം കിട്ടുമോ? എന്തെങ്കിലും അവാർഡ് കൊടുക്കുമോ? ഒരു ബെസ്റ്റ് ഏക്കാരനാണെന്ന് പറഞ്ഞൊരു കപ്പ് വീട്ടിലെത്തിച്ചു കൊടുക്കുമോ? ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മൾക്ക് പലപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചെയ്യാൻ സാധിക്കാതെ വരുന്ന കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി മാക്സിമം വിനിയോഗിക്കുന്ന സമയം, അവർക്ക് വേണ്ടി സമ്പത്ത് കണ്ടെത്താൻ മാക്സിമം വിനിയോഗിക്കുന്ന സമയം,
അവരോടൊത്ത് ചെലവഴിക്കാൻ നമ്മൾ മാക്സിമം വിനിയോഗിക്കുന്ന സമയം, ഈ സമയം എല്ലാം ഇല്ലാതെ ആ സമയം മാറ്റി വെച്ചുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിലനിൽപ്പിന് വേണ്ടി ആരെങ്കിലുമൊക്കെ സേവനം അനുഷ്ഠിക്കുന്നു എങ്കിൽ അവരോട് തികച്ചും സ്നേഹത്തിൽ പെരുമാറാം. അവരെ സല്യൂട്ടൊന്നും അടിക്കണ്ട, അവരെ സാറേന്നും വിളിക്കണ്ട, മറ്റൊന്നും ചെയ്യണ്ട. അവരോട് സ്നേഹത്തിൽ പെരുമാറാം. കാരണം നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കൂടി അവർ ചെയ്യും. അത് ഭൂമിയിൽ എവിടെയും മനുഷ്യനാണെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അവനത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെതാണ്, അവൻ വ്യക്തിയില്ല, തത്വമേ ഉള്ളൂ, അപ്പൊ അവൻ പോട്ടെ, ഓൻ പോട്ടെ എന്നുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ പഴമക്കാരെ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഞാൻ പറയണം. എൻ്റെ പഴമക്കാരെ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. അവരോട് എനിക്ക് ബഹുമാനം തോന്നിയത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് സഹായം തരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവര് നല്ല സ്ഥിതിയിൽ ജീവിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ സാധ്യമാകുന്ന ആളുകൾ ആ ജീവിതത്തിന്റെ ഒരു വലിയ പങ്ക് മാറ്റിവെച്ചുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സിൽ അവരെ സല്യൂട്ട് അടിച്ചു വെച്ചിട്ടുള്ളത്. അവര് വ്യക്തികളെക്കാളൊക്കെ എവിടെയാണ്, മുകളിലാണ്. ദേ ആർ ലീഡേഴ്സ്. ലീഡേഴ്സ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുണ്ടല്ലോ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സർവീസ് മാനുവൽ ആയാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മറ്റു കാര്യങ്ങളായാലും എടുത്തൊന്ന് വായിച്ചു നോക്കുക. എന്റെ മലയാളം കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. വിത്തിൻ മന്ത്സ്, മാസങ്ങൾക്കുള്ളിൽ അതൊക്കെ പ്രസിദ്ധീകരണമാവും. വായിക്കും. അതിൽ ഓഫീസേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നു, അവിടെ ലീഡേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നു, ലീഡർഷിപ്പ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇതിനോടൊക്കെ അലർജി തോന്നേണ്ട കാര്യം എന്താണ്? ഇതിനോടൊക്കെ അലർജി തോന്നേണ്ട ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ സമ്മതിക്കുന്നു, ഞാൻ എൻ്റെ സഹ ആൽക്കഹോളിക്സ് അനോണിമസ് മെമ്പർമാരോട് സമ്മതിക്കുന്നു, എൻ്റെ ദൈവത്തോട് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അത്രയും മോശപ്പെട്ട ഒരു മദ്യാസക്തനായിരുന്നു. മദ്യാസക്തനാണ്. എനിക്ക് മോശപ്പെട്ട കാലത്ത് ഒരു ജീവിതമുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെയല്ല. ഇന്ന് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലാണ്. ഞാൻ കുടിക്കുന്നില്ല, ആൽക്കഹോളിക്സ് അനോണിമസിലാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ എടുത്ത് ജീവിക്കുന്നു. ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്നു. പരമാവധി എൻ്റെ ദൈവം ഒരു മനുഷ്യന്റെ മുന്നിലും മുഖം കുനിച്ച് നടക്കാതിരിക്കേണ്ട അവസ്ഥ, മുഖം കുരിച്ച് നടക്കേണ്ട അവസ്ഥയിൽ എത്തിക്കുന്നില്ല. ഞാനും വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നു. അന്തസ്സായിട്ട് തല ഉയർത്തി പിടിച്ച് നടക്കും. ആരും സല്യൂട്ടൊന്നും അടിച്ചില്ലെങ്കിൽ ഹായ് എന്തൊക്കെയുണ്ട്, സുഖമാണോ, ഇത് ചായ കുടിക്കണോ എന്ന് ചോദിക്കേണ്ട ഒരു ബഹുമാനം, അത് ചായ കുടിക്കണമെന്ന് ചോദിക്കേണ്ട ഒരു ബഹുമാനം, അത് മതി. അത് കിട്ടുന്നുണ്ട്. എന്തിന് ഞാൻ എന്നെ തരം താഴ്ത്തി കാണണം? എന്തിന് ഞാൻ എന്നെ കുറച്ച് കാണണം? അഹങ്കാരത്തിലേക്ക് പോകരുതെന്നല്ലേ പറയുന്നുള്ളൂ. അനിവാര്യമായിട്ട് മനസ്സിൽ അനുഭവിക്കുന്ന ഒരു അന്തസ്സും അഭിമാനവും എന്തിന് തടഞ്ഞു വെക്കണമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് എവിടെയും പറയണ്ടോ? ഇല്ല. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ സ്റ്റിക്ക് ടു ദ വിന്നേഴ്സ് എന്ന് എഴുതി വെച്ചു. അത് അതിനേക്കാളും പ്രശ്നമായി. വിജയിക്കുന്നവരോട് ചേർന്ന് നിൽക്കാന്ന് ചോദിച്ചപ്പോ എല്ലാവരും കൂടെ എന്താ പരീക്ഷ എഴുതുകയാണെന്ന് ചോദിച്ചു. കുറെ ആൾക്കാർ വിജയിക്കുന്നു, കുറെ ആൾക്കാർ തോൽക്കുന്നു. ഉണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കാര്യങ്ങൾ കൊടുക്കുന്നത്. എന്താ 12 പടിയിൽ എന്തെങ്കിലും കുറച്ച് എഴുതിയിട്ടാ കൊടുത്തത്? എനിക്കെല്ലാം കൂടെ 7 പടി 6 പടിയാണോ തന്നത്? മറ്റുള്ളവർക്കൊക്കെ 11 പടിയാണോ കൊടുത്തത്? വേറൊരാൾക്ക് 12 പടി മൊത്തമായിട്ട് കൊടുത്തു? അങ്ങനെയൊന്നുമില്ലല്ലോ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാം തുറന്ന പുസ്തകങ്ങളാണ്. എല്ലാം ഒരുപോലെ തന്നെയല്ലേ കൊടുത്തത്. എന്തുകൊണ്ട് വളർച്ചകൾ മാറിയിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗിഫ്റ്റ്, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന സമ്മാനം, അതിന്റെ തത്വങ്ങൾ കൃത്യമായിട്ട് ദൈവം എല്ലാവർക്കും കൊടുത്തു. ചിലര് മീറ്റിംഗ് റൂമിൽ തന്നെ വെച്ച് മറന്നുപോയി, വീട്ടിൽ കൊണ്ടുപോയില്ല. ചിലര് വീട്ടിൽ കൊണ്ടുവരാനുള്ള തലേനന്റെ അടി വെച്ചു, പിന്നെ മറന്നുപോയി. ചിലരാണെങ്കിൽ അത്